അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസന്റെ ഡയറക്ഷനിൽ ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദ് ജോസ് എന്നിവർ പ്രധാന കഥാപാത്രത്തിൽ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ ഡാർക്ക് കോമഡി ത്രില്ലർ മൂവിയാണ് പ്രാവിൻ കൊടുഷാപ്പ്. ഇവർക്ക് പുറമെ ചാന്ദ്രി ശ്രീധറും സിനിമയിൽ പ്രധാനമായ ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുമുണ്ട്. ഒരു ഷാപ്പും അവിടെ ചീട്ട് കളിക്കാത്തുന്ന ഒരുപാട് ആൾക്കാരും അവിടെ അസാധാരണമായി നടക്കുന്ന ഒരു കൊലപാതകവും ആ കൊലപാതകത്തെ അന്വേഷിക്കാത്തുന്ന ഒരു പോലീസുകാരനും എങ്ങനെ ആ കൊലപാതകം തെളിയിക്കുന്നു എന്നതാണ് സിനിമയുടെ ബേസിക് സ്റ്റോറി ലൈനായിട്ട് വരുന്നത്. ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ ജോണറിലേക്ക് പോകാൻ സാധ്യതയുള്ള സിനിമയെ എന്നാൽ ഡയറക്ടർ ഒരു ഡാർക്ക് കോമഡി ത്രില്ലറായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എന്തുകൊണ്ടും സിനിമയെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്തു എന്നാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പറഞ്ഞു പഴകിയ കഥയും അതിലെ മോട്ടീവും അത്ര കണ്ട് പുതുമയില്ലാത്തതാണെങ്കിൽ പോലും അവയുടെ എക്സിക്യൂഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വളരെയധികം സീരിയസ് ആയി പോകുന്ന സിറ്റുവേഷനിലും കോമഡിയെ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കോമഡി നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആക്കുന്നതിൽ ബേസിൽ ജോസഫ് ചെയ്ത SI സന്തോഷ് ശ്രീജ എന്ന കഥാപാത്രവും വലിയ പങ്കാണ് വഹിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ തുടങ്ങിയ ആദ്യ 10 മിനിറ്റുള്ളിൽ തന്നെ പ്രധാന കഥാപാത്രങ്ങളെയും മെയിൻ തീമിനെയും എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം സിനിമ ആ ഒരു പേസ് നല്ല രീതിയിൽ തന്നെ ഫസ്റ്റ് ഹാഫ് വരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡാർക്ക് കോമഡി കൊണ്ടുവന്ന രീതിയും എനിക്ക് നല്ല തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ സിനിമ കുറച്ചുകൂടി പേസ് കുറഞ്ഞ് ഡ്രാഗ് ആവുന്ന കാഴ്ചയും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ക്ലൈമാക്സ് പോർഷനിലേക്ക് പഴയ പേസ് തിരിച്ചെടുത്തുകൊണ്ട് സിനിമ നല്ല രീതിയിൽ തന്നെ പീക്കിലാവുന്ന കാഴ്ചയും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സിനിമയിലെ ഒരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ബാക്ക് ആൻഡ് ഫോർത്തായി വരുന്ന നോൺ ലീനിയർ കഥ പറച്ചിൽ രീതിയായിരുന്നു. ഇടയ്ക്കൊക്കെ ക്യാരക്ടേഴ്സിനെയും സന്ദർഭങ്ങളെയും മനസ്സിലാക്കിയെടുക്കാൻ ഞാൻ നന്നെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടി ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്തിയപ്പോൾ മോട്ടീവിന് കുറച്ചധികം ഇമ്പാക്റ്റ് കുറവാണെങ്കിൽ പോലും അവയെല്ലാം എക്സിക്യൂട്ട് ചെയ്ത രീതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി പെർഫോമൻസിൽ വരികയാണെങ്കിൽ ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദ് ജോസ്, ചാന്ദ്നി ശ്രീധർ എന്നിവർ വളരെയധികം മികച്ച പെർഫോമൻസാണ് സിനിമയിലുടനീളം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ഷാപ്പിൽ കളിക്കാനെത്തുന്ന ചേട്ടന്മാരും സിനിമയിൽ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ടെക്നിക്കലി ടോപ്പ് നോച്ചായ സിനിമയിൽ ഷൈജു ഖാലിദിന്റെ സിനിമാറ്റോഗ്രാഫിയും ഷഫീഖ് മുഹമ്മദ് അലിയുടെ എഡിറ്റിങ്ങും വിഷ്ണുജിയുടെ മ്യൂസിക്കും സിനിമയെ നല്ല രീതിയിൽ തന്നെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ കൺക്ലൂഷൻ, സിനിമയുടേതായി പറഞ്ഞിട്ടുള്ള മോട്ടീവ് അത്ര കണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്ത ഒരു മികച്ച ഡാർക്ക് കോമഡി ത്രില്ലർ മൂവിയായിട്ടാണ് പ്രാവിൻ കൊടുഷാപ്പ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം മറ്റൊന്നായിരിക്കാം. അതെല്ലാം കമൻറ്റ് ബോക്സ് അടിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.